ശാസ്ത്രവും മാനവികതയും പുതുലോകത്തിനായി എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിന് നൽകിയിരിക്കുന്ന പേര്. ശാസ്ത്രം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള ചില സൂചനകളാണ്. ചുറ്റുപാടിനെ മനസ്സിലാക്കാനും അതിൽ ഇടപെടാനും മനുഷ്യർ വികസിപ്പിച്ച സവിശേഷ രീതിയും അതിലൂടെ ആർജിച്ച അറിവുകളും അവയുടെ പ്രയോഗവുമാണ് സയൻസ് അഥവാ ശാസ്ത്രം. ഏവർക്കും ബോധ്യമാവുന്ന ഇന്ദ്രിയാനുഭവങ്ങളെ അഥവാ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്തുണ്ടാക്കുന്ന അനുമാനങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്വീകരിക്കുന്നതാണ് ശാസ്ത്രത്തിന്റെ രീതി. പ്രകൃതിയുടെയും സമൂഹത്തിന്റെയും പ്രവർത്തനത്തെയും അവയുടെ ചരിത്രത്തെയും മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ശാസ്ത്രമാണ്. പുതിയ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിരന്തരം പരിഷ്കരിക്കുന്നു എന്നതാണ് ശാസ്ത്രത്തിന്റെ സവിശേഷത. അടുത്തത് മാനവികത എന്നത്. ഇങ്ങനെ ആദ്യത്തെ കുറച്ച് സ്ലൈഡുകൾ ഞാൻ വായിക്കുകയാണ് ചെയ്യുക. മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ എല്ലാം തുല്യരായി കാണുന്ന, ജാതി, മതം, വർഗം, ലിംഗം തുടങ്ങിയവയുടെ പേരിൽ സാമൂഹ്യ വികാസത്തിനിടയിൽ വന്നു ചേർന്ന ഭേദങ്ങളെ തിരസ്കരിക്കുന്ന, വിവിധ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അനുതാപത്തോടെ സമീപിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തെയാണ്. പിന്തള്ളലും മുന്നോട്ട് വരലുമെല്ലാം സാമൂഹ്യ ബന്ധങ്ങളെയും അതിജീവനത്തിനായി ആശ്രയിക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യവും മനസ്സിലാക്കൽ കൂടി മാനവികതയുടെ ഭാഗമായി കരുതാവുന്നതാണ്. ഞാൻ ഇതൊന്നും വിസ്തീരിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ആദ്യത്തെ 3 ക്ലാസ്, അതായത് സൂക്ഷ്മപ്രപഞ്ചം, സ്ഥൂലപ്രപഞ്ചം, ഭൗമപരിണാമം, ഇതിനെ മറ്റൊരു സ്ലൈഡിൽ ക്രോഡീകരിക്കുകയാണ്. പദാർത്ഥം, ഊർജം, ചലനം ഇവയെ മനസ്സിലാക്കാനുള്ള ശ്രമം പ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്നു. അന്നു മുതലുള്ള ധാരണകൾ അനുഭവങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിരന്തരം പരിഷ്കരിച്ചാണ് ശാസ്ത്രം മുന്നേറിയത്. ഈ വിധം ശാസ്ത്രം ആർജിച്ച അറിവുകൾ പ്രകൃതി പ്രതിഭാസങ്ങളെ ഏറ്റവും ലളിതവും വ്യക്തവുമായി വിസ്തീരിക്കാൻ സഹായകമായി. സാമാന്യ പ്രപഞ്ചത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മനുഷ്യേന്ദ്രിയങ്ങൾക്ക് തീർത്തും അപ്രാപ്യമായ സൂക്ഷ്മലോകത്തിലേക്കും സ്ഥൂല ലോകത്തിലേക്കും ഭൂമിയുടെ ഉള്ളറകളിലേക്കും പ്രവേശിച്ച് പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും ഭൗമഘടനയെയും കുറിച്ച് വ്യക്തമായ ധാരണകൾ ശാസ്ത്രം ഇന്ന് നൽകുന്നു. മറ്റു 3 ക്ലാസ്സുകളെ ഈ രീതിയിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. എക്കാലത്തും മനുഷ്യനെ ജിജ്ഞാസാഭരിതമാക്കുന്ന പ്രപഞ്ചം, ഭൂമി, ജീവൻ എന്നിവയുടെ ഉൽപ്പത്തിയും ഇന്നത്തെ നിലയിലേക്കുള്ള പരിണാമവും തെളിവുകൾ സഹിതം വിസ്തീരിക്കാനായി. വംശോൽപാദനം സാധ്യമാക്കിയ ഒരു ആദിമ കോശത്തിൽ നിന്ന് 350 കോടിയിലേറെ വർഷം കൊണ്ട് പ്രകൃതി നിർദ്ധാരണത്തിലൂടെ പരിണമിച്ചുണ്ടായതാണ് മനുഷ്യനുൾപ്പെടെയുള്ള ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങൾ. പ്രകൃതിയിൽ നിരവധി ചക്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടും ആശ്രയിച്ചുമാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നതും അതിജീവിക്കുന്നതും. പ്രകൃതിയിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പല ജീവജാതികളെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രകൃതിയിൽ വരുന്ന ക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളും മാറി വരുന്ന സാഹചര്യങ്ങളും പുതിയ ജീവജാലങ്ങളുടെ ഉദയത്തിന് കാരണമാകുന്നു. വംശോൽപാദനത്തിൽ വരാവുന്ന ജനിതക വ്യതിയാനങ്ങളാണ് പരിണാമത്തിന്റെ അടിസ്ഥാനം. അവയിൽ മാറിയ പ്രകൃതിയോട് യോജിച്ചു നിൽക്കുന്നവ അവശേഷിക്കുകയും മറ്റുള്ളവ നശിക്കുകയും ചെയ്യും. ഇതാണ് പരിണാമ സിദ്ധാന്തം എന്ന ആശയം നമ്മളോട് പറയുന്നു. മനുഷ്യപരിണാമം 350 കോടിയുടെ ജീവന്റെ ചരിത്രത്തിൽ ആധുനിക മനുഷ്യന്റെ ജീവജാതിയായ ഹോമോസാപ്പിയൻസ് ആവിർഭവിച്ചിട്ട് 3 ലക്ഷം വർഷം മാത്രമേ ആയുള്ളൂ. ആഫ്രിക്കയിൽ ആവിർഭവിച്ച മനുഷ്യൻ പിന്നീട് ഏകദേശം 70,000 വർഷം മുമ്പാണ് മറ്റ് ഭൂവിഭാഗങ്ങളിലേക്കും തുടർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും എത്തിയത്. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും വിവിധ ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന മനുഷ്യ വിഭാഗങ്ങളുടെ വ്യത്യസ്ത തോതിലുള്ള സങ്കരമാണ്. ശാസ്ത്രത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ചരിത്രം. ഹോമോസാപ്പിയൻസിന് മുമ്പുള്ള മനുഷ്യവിഭാഗങ്ങൾ തന്നെ ആയുധങ്ങൾ പരുവപ്പെടുത്തി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ആർജിച്ചിരുന്നു. കൃഷി ആരംഭിച്ചതോടെയാണ് മാനവ സംസ്കാരം ആരംഭിക്കുന്നതും ശാസ്ത്രം വികസിച്ചു തുടങ്ങുന്നതും. ഉൽപാദന രീതി, ജീവിതക്രമം, അധികാരഘടന, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് സംസ്കാരം. വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ പ്രദേശങ്ങളിലായാണ് മാനവ സംസ്കാരം പുരോഗതി പ്രാപിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എല്ലാ ഉണ്ടായിരുന്നു എന്നുള്ള വാദം ശാസ്ത്രീയമായിട്ട് തെറ്റാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഊന്നി പറയുന്നത്. ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രകൃതിയിലെ
ഇടപെടലിന്റെ ഭാഗമായും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോ കാലത്തും ഓരോ ദേശത്തും രൂപപ്പെട്ടു. അതിന്റെ ഫലമായി ജീവിത രീതികളും ഉൽപാദന രീതിയും അധികാര ഘടനയും ഓരോ പ്രദേശത്തും മാറി മാറി വന്നു. സാങ്കേതിക മുന്നേറ്റം, ഉൽപാദന ബന്ധത്തിലെ സംഘർഷങ്ങൾ, പുത്തൻ അറിവുകൾ, മറ്റ് സംസ്കാരങ്ങളുമായുള്ള ഇടപഴകൽ ഇവയെല്ലാം ഈ മാറ്റത്തെ മുന്നോട്ട് നയിച്ച ഘടകങ്ങളാണ്. ലോകത്ത് ചരിത്രം പറയുമ്പോഴത്തേക്ക് ഈ വിധത്തിലുള്ള ഇതാണ് മൊത്തത്തിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കിയത് എന്നുള്ള നിരീക്ഷണമാണ്. അതായത് സമൂഹത്തിന്റെ പരിണാമത്തിൽ മനുഷ്യന്റെ ബോധപൂർവമായ ഇടപെടലുകൾക്ക് പ്രാധാന്യമുണ്ട്. മുതലാളിത്തവും വിമർശനവും TPK എടുത്ത ക്ലാസിന്റെ ചുരുക്കാണ്. സ്വകാര്യ ഉടമസ്ഥതയിലും വിപണിയിലും സ്വത്തിന്റെ പിന്തുടർച്ചാവകാശത്തിലും ഊന്നിയതാണ് മുതലാളിത്തം. ലാഭതാൽപര്യവും വിപണിയിലെ മത്സരവും ഏറ്റവും കാര്യക്ഷമവും മുഴുവൻ പേർക്ക് പ്രയോജനകരവുമായ ഒരു സാമൂഹ്യ ക്രമത്തിന് വഴിയൊരുക്കുമെന്നതാണ് മുതലാളിത്ത ആശയം അവകാശപ്പെടുന്നത്. മുതലാളിത്ത ഉൽപാദന രീതിയെ ശാസ്ത്രീയമായും മാനവികതയിലൂന്നിയും വിശകലനം ചെയ്യുകയും കൂടുതൽ നീതിപൂർണമായ സാമൂഹ്യ ക്രമത്തിന്റെ സാധ്യതകൾ ശാസ്ത്രീയമായി അന്വേഷിക്കുകയുമാണ് മാർക്സിസം ചെയ്യുന്നത്. മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അത് തൊഴിലാളികളുടെ അധ്വാനമാണ് സമ്പത്തുണ്ടാക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന മിച്ചമൂല്യമാണ് മൂലധനമായിട്ട് സമാഹരിക്കപ്പെടുന്നത് എന്ന്. അതുപോലെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥരായ മുതലാളിമാർ സമ്പത്ത് കുമിഞ്ഞുകൂട്ടി കൂടുതൽ ഉൽപാദനം നടത്തുകയും ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട തൊഴിലാളി വർഗത്തിന്റെ ക്രയശേഷി ആപേക്ഷികമായി കുറയുകയും ചെയ്യുന്നത് മൂലം വിപണി വികസിക്കാതെ മുതലാളിത്തം സാമ്പത്തിക കുഴപ്പത്തിലേക്ക് നീങ്ങും എന്നാണ് മാർക്സിന്റെ പ്രവചനം. ആ പ്രവചനമാണ് 30കളിൽ ശരിയായത്. സോഷ്യലിസ്റ്റ് അനുഭവം. മുതലാളിത്തത്തിന് ബദലായി മുന്നോട്ട് വന്ന സോഷ്യലിസം പൊതു ഉടമസ്ഥതയിലൂടെയും ആസൂത്രണത്തിലൂടെയും സാമൂഹ്യ പുരോഗതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി. ലോക മുതലാളിത്തം സാമ്പത്തിക കുഴപ്പത്തിൽപ്പെട്ടപ്പോഴും അത് ബാധിക്കാതെ ശാസ്ത്ര പുരോഗതിയിലും സാങ്കേതിക മുന്നേറ്റത്തിലും ഊന്നി സോവിയറ്റ് സോഷ്യലിസം മുന്നോട്ട് പോയി. എന്നാൽ ഏറെ കേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥയിൽ ബ്യൂറോക്രസി ശക്തമായതോടെ സാങ്കേതിക പുരോഗതിയിലും ഉൽപാദന വർദ്ധനവിലും ആദ്യകാല മുന്നേറ്റം നിലനിർത്താനായില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാത്തതും രാഷ്ട്രീയത്തിലെ കേന്ദ്രീകൃത സ്വഭാവവും മൂലം അവ യഥാസമയം തിരുത്താൻ കഴിയാതെയുമായി. സോവിയറ്റ് സോഷ്യലിസത്തിന്റെ തകർച്ചയ്ക്ക് ഈ ഒരു കാരണം പൊതുവിൽ ചർച്ച ചെയ്യുന്നതാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ തകരുകയോ അവശേഷിച്ചവ പ്രതിസന്ധികളെ മറികടക്കാൻ വലിയ തോതിലുള്ള പരിഷ്കാരത്തിന് വിധേയമാവുകയോ ചെയ്തു. ഇന്നത്തെ ലോകം. പുത്തൻ സാങ്കേതിക വിദ്യകൾ, ആഗോള വിപണിയിലെ അസമത്വം ഇവയെ ഉപയോഗപ്പെടുത്തി സ്വാഭാവികമായി വരേണ്ടുന്ന പ്രതിസന്ധികളെ, അതായത് മാർക്സ് പ്രവചിച്ച പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ന് മുതലാളിത്തം മുന്നേറുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് ഉൽപാദനക്ഷമതയിൽ വർധനവും പുതിയ സേവനങ്ങളുടെ ലഭ്യതയും സാധ്യമാക്കി കമ്പോളം വികസിപ്പിക്കുന്നു. ഇത് പുതിയ പുതിയ സേവനങ്ങൾ വരുന്നതാണ്. അതനുസരിച്ച് മാർക്കറ്റ് വികസിക്കുന്നു. അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയിൽ വർധനവ് ഉണ്ടാകുന്നു. അതിലൂടെ ഉണ്ടാകുന്ന അധിക വരുമാനം ഉടമസ്ഥതയുടെ പേരിൽ വിഭവങ്ങളുടെ, അതുപോലെ സാങ്കേതിക വിദ്യയുടെ, ഈവൻ പ്രകൃതി വിഭവങ്ങളുടെ പോലും ഉടമസ്ഥതയുടെ പേരിൽ കോർപ്പറേറ്റുകളിലും മുകൾ തട്ടിലും കേന്ദ്രീകരിക്കുന്നത് മൂലധന സമാഹരണവും അനായാസമാക്കുന്നു. ഉൽപാദന വർധനവനായി നടത്തുന്ന പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും വിവേചനരഹിതമായ ഉപഭോഗവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു. മനുഷ്യന്റെ കായികവും മാനസികവുമായ അധ്വാനത്തെ വലിയ തോതിൽ ആദേശം ചെയ്യാനാവുന്ന പുതുപുത്തൻ സാങ്കേതിക വിദ്യകളും സാമൂഹ്യമായ ഉൽപ്പന്നമാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം ദീപക് പി പ്രധാനമായിട്ടും പറഞ്ഞത്. എന്നാൽ അവയുടെ കോർപ്പറേറ്റ് ഉടമസ്ഥത ആശങ്കകൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. ഇത്രയുമാണ് പൊതുവിൽ ക്ലാസ്സുകളെ അവലോകനം ചെയ്തുകൊണ്ട് ഉള്ള സ്ലൈഡുകൾ. അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് വായിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പരിമിതികളും പ്രതിസന്ധികളും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭിക്കാതെ വലിയൊരു വിഭാഗം കൊണ്ട് വർദ്ധിക്കുന്ന അസമത്വം, തൊഴിൽരഹിത വളർച്ച, അത് പുത്തൻ സാങ്കേതിക വിദ്യകൾ കൂടെ വരുന്നതോടുകൂടിയിട്ട് അത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ള നിരീക്ഷണം, വംശീയത, യുദ്ധം, പരിസ്ഥിതി നാശം, കാലാവസ്ഥാ മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാവാത്ത ഇത് ചില കണക്കുകൾ. 67 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു, ഏറ്റവും എക്സ്ട്രീം പോവർട്ടി. അതുപോലെ 74 കോടി പേർ മതിയായ ഭക്ഷണമില്ലാതെ, 350 കോടി ജനങ്ങൾക്കും മതിയായ ആരോഗ്യ പരിരക്ഷയില്ല, 15 കോടി പേർ പാർപ്പിടമില്ലാതെ,
200 കോടി പേർ ശുദ്ധജലമില്ലാതെ, 77 കോടി പേർ അക്ഷരാഭ്യാസമില്ലാതെ. ഈ കണക്കുകൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് യുഎൻഒയുടെ ആ റിപ്പോർട്ടിലെ അവര് കൊടുത്തിട്ടുള്ള കണക്കുകളാണ്. ഇത് 2 ചിത്രങ്ങളാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അസമത്വത്തിന്റെ വർധനമാണെന്ന് നമുക്കറിയാം. അതിൽ ഈ 2 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഏറ്റവും മുകളിലുള്ള ഒരു 20 രാജ്യങ്ങള്. ആ 20 രാജ്യങ്ങളുടെ ആളോഹരി വരുമാനം വെച്ചിട്ട് ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനമുള്ള രാജ്യങ്ങളെയാണ് മുകളിലത്തെ തട്ടിലുള്ളത്. അവരുടെ ആളോഹരി വരുമാനത്തിന്റെ തോത് ഇതാണ്. അതേ സമയത്ത് ഏറ്റവും പിന്നിലുള്ള രാജ്യങ്ങൾ, എത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ, അവരുടെ ആളോഹരി വരുമാനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏറ്റവും താഴത്തെ ലെവലിലുള്ള ഇതാണ്. അതിൽ നമ്മൾ ആ 120നും 140നും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനമുള്ളത്. അപ്പുറത്തുള്ളത് ജനങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. അവിടെ കുറെ കൂടെ ഷാർപ്പന്റെ ഇതായിട്ടാണ്, തിന്നായിട്ടാണ് താഴേക്ക് വരുമ്പോഴത്തേക്ക്. മുൾത്തട്ടിലാണ് സമ്പത്ത് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കാണുന്ന ചിത്രം. ഈ 2 രീതിയിലുള്ള അസമത്വവും, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വവും ജനങ്ങൾ തമ്മിലുള്ള അസമത്വവും ഈ കാലഘട്ടത്തിൽ സവിശേഷതയാണ്, അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രദേശങ്ങൾ തമ്മിൽ, അതായത് സബ് സഹാറൻ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ നോർത്ത് അമേരിക്ക വരെയുള്ള വിവിധ ഭൂഖണ്ഡങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സമ്പത്തിന്റെ ഷെയർ, ലോക സമ്പത്തിനെ ഇങ്ങനെ ഒന്ന് വിഭജിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ഇതാണ്. അതില് ആൾഹരി വരുമാനത്തിന്റെ പെർസെന്റേജ് വെച്ചിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. 315% നോർത്ത് അമേരിക്കയില്, അതേസമയത്ത് സബ് സഹാറൻ ആഫ്രിക്കയില് കേവലം 31% മാത്രമാണ്. ഇനി വരുമാനത്തിന്റെയും സ്വത്തിന്റെയും വിതരണക്രമം നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കുക, അതില് ആദ്യത്തത് വരുമാനത്തിൻ്റെതാണ്, രണ്ടാമത്തത് സ്വത്തിൻ്റെതാണ്. അതിൽ 8.5% എന്ന് പറയുന്നത് 50%ത്തിന്റെ വരുമാനമാണ്. മൊത്തം ലോകത്തെ 50% ജനങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് മൊത്തം വരുമാനത്തിന്റെ 8.5%. അതേ സമയത്ത് മുകളിലത്തെ 10%ത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 52%. ഇനി 1% വരുമാനം ആകട്ടെ 19%. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 മടങ്ങാണ് വ്യത്യാസം വരിക മുൾത്തട്ടിലുള്ള അതിന്റെ ശരാശരി വെച്ചിട്ട് നോക്കെ വരുമ്പോഴത്തേക്ക്. ഇതുപോലെ തന്നെ സ്വത്തിന്റെയും കണക്കുകൾ കൊടുത്തിരിക്കുന്നു, ഷെയർ ചെയ്യുന്നതാണല്ലോ. തൊഴിൽ രഹിത വളർച്ചയുടെ കണക്കുകളാണ്. ഇന്ന് ലോകത്ത് തൊഴിൽ രഹിതർ 20 കോടി പേർ ഉണ്ടെന്നാണ് കണക്കുകൾ. അത് 2021 കണക്കുകളാണ്. ആ തൊഴിൽ രഹിതരുടെ പേഴ്സൻറ്റേജ് വെച്ചിട്ടുള്ള മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളുടെയും കണക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ തൊഴിൽ രാഹിത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് 20 കോടി പേരിൽ നിന്ന് ലോകത്ത് തൊഴിൽ രഹിതരായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെയാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ച പാരിസ്ഥിതിക തകർച്ച, അത് മലിനീകരണം, അത് വായുവില്, മണ്ണ്, ജലം, സമുദ്രം എല്ലാ തലങ്ങളിലും കൂടുതൽ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങൾ അടക്കം പല വിഭവങ്ങളുടെയും അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു. മത്സ്യസമ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇത്തരത്തിൽ വിഭവശോഷണം നടക്കുന്നു. പല ധാതുക്കളുടെയും അളവ് കുറഞ്ഞു വരുന്നു. ഇതുകൂടാതെ ജൈവ വൈവിധ്യനാശം. ഒരുപക്ഷെ നമ്മൾ പരിണാമം പഠിക്കുമ്പോഴത്തേക്ക് ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ശൃംഖല വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ജൈവ വൈവിധ്യനാശം, മറ്റേ പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റികളൊക്കെ തന്നെ ഇന്ന് നാശത്തിന് വഴിതിക്കുന്നു. അതുപോലെ ആഗോളതാപനം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ആഗോളതാപനത്തിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റമാണ്. കാലാവസ്ഥാ മാറ്റത്ത് അത് വളരെ ഇതായിട്ട് സൂചിപ്പിച്ചതാണ്. മൺസൂണുകളുടെ താളം തെറ്റുന്നു. അതുപോലെ തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമ്മൾ ഒക്കെ അനുഭവപ്പെടുന്ന പ്രശ്നം അതാണ്. അത് പ്രളയമാകാം, സൈക്ലോൺ ആകാം, ഉഷ്ണതരംഗങ്ങളാകാം. ഇത്തരത്തില് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കൂടുതൽ തീക്ഷ്ണമാകുന്നു. ധ്രുവപ്രദേശത്തെയും പർവ്വതങ്ങളിലെയും മഞ്ഞുപാളികൾ ചുരുങ്ങുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നു. സമുദ്രനിരപ്പ് ഉയരുക മാത്രമല്ല, താപനില കൊണ്ട് സമുദ്രം വികസിക്കുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ താപനിലയും വർദ്ധിക്കുന്നു, അമ്ലതയും ഉയരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നു. കൃഷി, മത്സ്യലഭ്യത, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ, ഇതെല്ലാം കാലാവസ്ഥാ മാറ്റത്തിന്റെ ആഘാതമായിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ കാലാവസ്ഥാ മാറ്റം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് വരാവുന്ന പ്രധാനപ്പെട്ട ഒരു തർക്കം, ആരാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിന് ഉത്തരവാദി എന്നുള്ളത്. നമ്മളെപ്പോലുള്ള അവികസിത രാജ്യങ്ങളാണോ,
നമ്മളുടെ വികസനത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇത് പറഞ്ഞിട്ട് നമ്മൾ തടയേണ്ടതുണ്ടോ? ഇത് സുമ ക്ലാസ്സിൽ ഏകദേശം സൂചിപ്പിച്ചതാണ്. അതിന്റെ ഒരു കണക്കുകളാണ്. രണ്ട് വിധത്തിലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, രാജ്യങ്ങൾ തമ്മിൽ ചരിത്രപരമായിട്ട് ആരാണ് ഉത്തരവാദികൾ? ഒരു സംശയവും വേണ്ട, വികസിത രാജ്യങ്ങളാണ്, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ തള്ളിവിട്ടത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നും അതെ, ഇന്നും ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതശൈലി കൊണ്ടും അതുപോലെ തന്നെ ഉൽപാദനക്രമം കൊണ്ടും ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് തള്ളുന്നു. ഇപ്പൊ ചൈനയും ഇന്ത്യയും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി ചരിത്രപരമായിട്ടുള്ളത് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായും അവർ തന്നെയാണ്. അതേസമയത്ത് മറ്റൊരു കണക്കുണ്ട്. ആ കണക്ക് എന്താണ്? രാജ്യത്തെ, ലോകത്തിലെ ജനങ്ങളെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ വൈദ്യുതി മറ്റേ എനർജി അടിസ്ഥാനത്തിൽ തരംതിരിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് ഈ വലത് സൈഡിലെ ചിത്രമാണ്. അവിടെ നമ്മുടെ രാജ്യത്തെ സമ്പന്നരുടെ കേസിലും ഇതുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ദരിദ്ര രാജ്യങ്ങൾ നേരത്തെ കാണിച്ച കണക്കുകളുണ്ടല്ലോ, ദരിദ്ര രാജ്യങ്ങളും ധനിക രാജ്യങ്ങളും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ധനിക രാജ്യങ്ങളുടെ ഷെയറാണ് കൂടുതൽ. അതേസമയത്ത് മഹാഭൂരിപക്ഷം ഇതും ദരിദ്ര രാജ്യങ്ങളിലുള്ളിൽ തന്നെ അതിന്റെ ചെലവഴിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും സമ്പന്ന വിഭാഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചത് അടിസ്ഥാനപരമായിട്ട് വികസനത്തിന്റെ ക്രമമാണ്. അതുകൊണ്ട് കേവലം രാജ്യങ്ങൾ എന്നുള്ളതല്ല, ഇന്ന് വളർന്നു വരുന്ന ഇന്നത്തെ ആ വികസന രീതിയാണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഷത്തോ അതല്ലെങ്കിൽ പുരോഗമന ചിന്താധിക്കാരായോ മാത്രം പറയുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ UN-ന്റെ 2015 സുസ്ഥിര വികസന അജണ്ട ഡിക്ലെയർ ചെയ്ത 2030 ആകുമ്പോഴത്തേക്ക് സാധ്യമാക്കണമെന്ന് കരുതുന്ന ആ വികസന അജണ്ട, അതില് പറഞ്ഞിരിക്കുന്ന ഒരു 17 ലക്ഷ്യങ്ങൾ: ദാരിദ്ര്യത്തിന്റെ എല്ലാ രൂപങ്ങളും ഇല്ലാതാക്കുക, വിശപ്പില്ലാതാക്കുക, എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗഖ്യവും, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം, ജെൻഡർ തുല്യതയും സ്ത്രീ ശാക്തീകരണവും, ശുദ്ധജലവും ശുചിത്വ സൗകര്യവും, വൃത്തിയായ ഊർജ്ജ സ്രോതസ്സുകൾ, സാമ്പത്തിക വളർച്ചയും തൊഴിലും, വ്യവസായ നവീകരണവും അടിസ്ഥാന സൗകര്യവും, അസമത്വം ലഘൂകരിക്കൽ, സുസ്ഥിരതയിലൂന്നിയ നഗരങ്ങളും സമൂഹവും, സുസ്ഥിരതയിലൂന്നിയ ഉപഭോഗവും ഉത്പാദനവും, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കൽ, സമുദ്ര പരിപാലനം, ഭൗമോപരിതലത്തിലെ പ്രകൃതിനാശം തടയല്, സമാധാനവും നീതിയും അതിനായുള്ള സംവിധാനങ്ങളും, ഇവയൊക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്പര സഹകരണം, ഇത്രയുമാണ് UN-ന്റെ ഡെവലപ്മെന്റ് ഗോളിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ 2030 സാധ്യമാക്കണമെന്ന് വിഭാവനം ചെയ്യുന്നത്. പക്ഷെ എന്തായിരിക്കും അതിന്റെ സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും അതുപോലെ നിർദ്ദേശകത്വവും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ തോതിൽ ആവേശഭരിതരാകും. പക്ഷെ ഭരണഘടന അവിടെ നിൽക്കുന്നുണ്ട്, മറ്റ് ഇത് മറുവശത്തൂടെ പോകുന്നു. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് കേവലം ലക്ഷ്യങ്ങൾ മാത്രമല്ല, എന്താണ്, ഏത് രീതിയിലാണ്, അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ വികസനത്തിന്റെ മാർഗം തന്നെയാണ്. വികസനത്തെ നമുക്ക് രണ്ട് വിധത്തില്, ഇന്ന് അത് ബിപിൻ ചന്ദ്രൻ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് സൂചിപ്പിച്ചു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക വളർച്ചയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊന്ന് സോഷ്യൽ ഡെവലപ്മെന്റിന് വെച്ചിട്ടുണ്ട്, സാമൂഹ്യ വികസനം. അവിടെ സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഉൽപാദനം വർദ്ധിക്കണം. ഉൽപാദനം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഉൽപാദനം നടത്തുന്ന സംരംഭകരാണ്. അപ്പൊ അവരുടെ നിക്ഷേപം ആകർഷിക്കണം, അവർക്ക് വേണ്ട മൂലധന സമാഹരണത്തിലുള്ള സഹായം ഉണ്ടാകണം, അതുപോലെ അവർക്ക് ലാഭം ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ അവര് മുതൽ മുടക്കുകയുള്ളൂ. അതുപോലെ അവരുടെ വിപണി നിരന്തരമായിട്ട് വൈവിധ്യത്തിലൂടെ വിപണികൾ വികസിപ്പിക്കുന്നുള്ള സഹായങ്ങൾ ചെയ്യണം. മാത്രമല്ല സർക്കാർ ക്ഷേമ പ്രവർത്തനത്തിലും വികസനത്തിലും ഒന്നും സർക്കാർ ഇടപെടേണ്ടതല്ല. സർക്കാരുകളുടെ റോള് എന്ന് പറയുന്നത് റഫറേഡേതാണ്, സൗകര്യമൊരുക്കൽ, അതിനുള്ള സൗകര്യമൊരുക്കലാണ്. ഇതാണ് സാമ്പത്തിക വളർച്ചയെ ഊന്നിയിട്ടുള്ള വികസനവാദികൾ പറയുന്നത്. അതേസമയത്ത് മറ്റൊരു തരത്തിലുള്ള വികസനം, പ്രത്യേകിച്ച് അമർത്യ സെന്നെ പോലുള്ളവരൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ പുരോഗമന രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരിക്കുന്ന കാഴ്ച അതിന്റെ തുടർച്ച തന്നെയാണത്. അവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ സാമൂഹ്യമായ വികസനമാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത്. അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കൽ, എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ എത്തി എന്ന് ഉറപ്പാക്കൽ, തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കൽ, വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാവർക്കും ലഭ്യമാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അസമത്വ ലഘൂകരണം, ജെൻഡർ തുല്യത, പരിസ്ഥിതി കൂടി പരിഗണിച്ച വികസനം, ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും രണ്ടും അതെ. മറ്റു സാങ്കേതിക പുരോഗതിയാണ്. ഇവിടെ ഉള്ള ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും ആണ്. ജനങ്ങൾക്കായി ഇടപെടുന്ന സർക്കാർ, ജനങ്ങളുടെ സമൂഹത്തിൽ വർദ്ധിച്ച തോതിൽ ഇടപെടുന്ന ഒരു സർക്കാരിനെയാണ് സാമൂഹ്യ വികസനത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത്.
സൂചകങ്ങൾ, വളർച്ചാ സൂചകങ്ങളുടെ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റി. ഇപ്പൊ സാമ്പത്തിക വളർച്ചയുടെ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒന്ന് കേൾക്കുന്നത് ഒന്ന് GDP-യുടെ അളവ്, അതുപോലെ തന്നെ GDP ഗ്രോത്തിന്റെ റേറ്റ്, ഇത്ര ഗ്രോത്ത് റേറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ ആളോഹരി വരുമാനത്തിന്റെ കണക്കുകൾ പറയും, മൊത്തം GDP-നെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചിട്ടുള്ള കണക്കുകൾ പറയും. അത് അതുകൂടാതെ പറയുന്നതാണ് ഇപ്പോഴും ഏറ്റവും എല്ലാവരും പറയുന്നതാണ്, ഓരോ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്, ഏറ്റവും നല്ല സംരംഭകാനുകൂല അന്തരീക്ഷം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ടത്. വ്യവസായികളും മറ്റും വരാനുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതും അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഓഹരി കമ്പോളം എന്ത് കാരണം കൊണ്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും അത് വളർച്ചയുടെ സൂചകമായിട്ട് പറയുകയാണ്. സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾ, അത് സ്വകാര്യ നിക്ഷേപമാകട്ടെ വിദേശ നിക്ഷേപമാകട്ടെ, അതിന്റെ മൊത്തം അളവുകൾ നോക്കുന്നു. അതുപോലെ എത്രത്തോളം കച്ചവടം, വ്യാപാരം, വിദേശ വ്യാപാരം നടക്കുന്നു, സാങ്കേതിക പുരോഗതി, ഇതൊക്കെ വളർച്ചാ സൂചകങ്ങളായിട്ട് ഗ്രോത്ത് ഓറിയന്റഡ് എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നു. അതേ സമയത്ത് ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അതുപോലെ മാതൃമരണ നിരക്ക്, പോഷണനില, വിദ്യാഭ്യാസ വ്യാപ്തിയും ഗുണതയും, തൊഴിലഭ്യതയും സുരക്ഷിതത്വവും, സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും വിതരണം, പരിസ്ഥിതി നില, പുരോഗതിയിലെ ജെൻഡർ താരതമ്യം, അതുപോലെ തന്നെ എത്രത്തോളം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, സർക്കാരിന്റെ എത്രത്തോളം നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, പൊതുനിക്ഷേപങ്ങൾ എത്രയുണ്ട് എന്നുള്ള ആ ഒരു വിലയിരുത്തലും സാമൂഹ്യ വികസനത്തിന് വേണ്ടി വാദിക്കുന്നവർ എപ്പോഴും പരിഗണിക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ രണ്ട് വിധത്തിലുള്ള വികസന സമീപനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതില് സാമൂഹ്യ വികസനം ഇന്ന് ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ അതിന്റെ ഏജൻസികളും ഒക്കെ തന്നെ നിരന്തരമായിട്ട് പറയും. എന്തിന് വേൾഡ് ബാങ്ക് പോലും പറയുന്നുണ്ട്. ഇത് ചില സൂചകങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന, പലപ്പോഴും നമ്മൾ തന്നെ വോട്ട് ചെയ്യാറുള്ള ചില സൂചകങ്ങളുണ്ട്. ആ സൂചകങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. അതില് മാനവ വികസന സൂചിക, അത് പ്രതീക്ഷിത ആയുസ്, 3 കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഒന്ന്, എത്ര ആണ് പ്രതീക്ഷിത ആയുസ്. ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിൽ 75 വയസ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ നാഷണൽ ലെവലാണെങ്കിൽ 69 വയസ്സ്, പ്രതീക്ഷിത ആയുസാണ്. അറിവിനെ 2 തലത്തിലാണ്. ഒന്ന് പ്രതീക്ഷിത വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ഒരു ചെറുപ്പക്കാർക്ക് അവർക്ക് എത്രയാണ് ശരാശരി ഇന്നത്തെ അതേ സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിലെയും ഇതെടുത്തിട്ട് ഡ്രോപ്പ് ഔട്ട്സും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള കണക്കാണത്. അതാണ് പ്രതീക്ഷിത വിദ്യാഭ്യാസം. അതേസമയത്ത് 24 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എത്ര വർഷം സ്കൂളിൽ പോയി എന്നുള്ളതാണ് ശരാശരി സ്കൂൾ വർഷങ്ങൾ എന്നുള്ള കണക്ക്. ഇത് രണ്ടുമാണ് അറിവിന്റെ സൂചകം. അതുപോലെ തന്നെ മാന്യമായ ജീവിത നിലവാരം, അവിടെ ആളോഹരി വരുമാനം തന്നെയാണ് പരിഗണിക്കുന്നത്. ആളോഹരി വരുമാനം GDP-നെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആളോഹരി വരുമാനം വലിയ തോതിൽ ഈ മൂൽത്തട്ടിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോഴത്തേക്ക് ആളോഹരി വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളുടെ ശരാശരി വരുമാനത്തെ അത് പ്രതിഫലിപ്പിക്കുന്നില്ല, സാധാരണക്കാരുടെ വരുമാനത്തെ പ്രതിഫലിക്കുന്നില്ല. എങ്കിൽ കൂടി അത് മാത്രമാണ് കണക്കുള്ളത്. ഇനി ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് വേറൊരു ഇതുണ്ട്, ഇനീക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അസമത്വം കൂടെ, ഈ ഓരോ മേഖലയിലുള്ള അസമത്വം കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള വർക്കൗട്ട് ചെയ്യുന്ന ഒരു സൂചികയാണ്. അതും നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ കാണാവുന്നതാണ്. ഇതില് നേരത്തെ പറഞ്ഞു പെർ ക്യാപിറ്റ ഇൻകത്തിന് അല്ലെങ്കിൽ ആളോഹരി വരുമാനത്തിന് വലിയൊരു പങ്കുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വികസിത രാജ്യങ്ങള്, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഉള്ള വികസിത രാജ്യങ്ങൾ എപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വരാനുള്ള, ഏറ്റവും മുകളിൽ വരാനുള്ള സാധ്യത കൂടുതൽ എപ്പോഴും ഉണ്ടാവും. കാരണം അതാണ് പ്രധാനപ്പെട്ട ഒരു ഷെയർ. എങ്കിൽ കൂടി മറ്റു ഫാക്ടേഴ്സും പരിഗണിക്കുന്നുണ്ട്. അടുത്തത് ജെൻഡർ സമത്വമാണ്. ജെൻഡർ സമത്വത്തിലെ 2 സൂചിക ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ജെൻഡർ വികസന സൂചിക, അതായത് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അവിടെ നേരത്തെ പറഞ്ഞ മാനവ സൂചികയുടെ 3 തലങ്ങളിലെയും തമ്മിലുള്ള അന്തരം, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അന്തരത്തെ ബേസ് ചെയ്തിട്ടാണ് ആ സൂചിക വർക്കൗട്ട് ചെയ്യുന്നത്. അതേസമയത്ത് ജെൻഡർ അസമത്വ സൂചിക എന്ന് പറയുന്ന മറ്റൊരു ഇൻഡെക്സ് ഉണ്ട്, ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ്. അവിടെ കണക്ക് കൂട്ടുന്നത് ഒന്ന് സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യം, അതായത് ആ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് മാതൃമരണ നിരക്ക്, അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള പ്രസവം, ഇത്തരം കണക്കുകളെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ ശാക്തീകരണം, അവിടെ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ എത്രയുണ്ട്, സ്ത്രീകളുടെ പങ്കാളിത്തം എത്രയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ, പാർലമെന്റിലും നിയമസഭകളിലൊക്കെ എത്രയാണ് അവരുടെ ഷെയർ, ഇത് നോക്കിയിട്ടാണ്. മറ്റൊന്ന് തൊഴിൽ പങ്കാളിത്തമാണ്. മൊത്തം വർക്ക് ഫോഴ്സിൽ എത്രയാണ് സ്ത്രീകൾ, വർക്ക് ഫോഴ്സിൽ ഇല്ല, എത്ര പാർട്ടിസിപ്പേഷൻ എത്രയാണ് എന്നുള്ളതിന്റെ
കണക്കുകളും കൂടെ നോക്കിയിട്ടാണ് ജെൻഡർ അസമത്വ സൂചിക വർക്കൗട്ട് ചെയ്യുന്നത്. ദാരിദ്ര്യത്തിന്റെ അളവുകോലുകൾ അവിടെ 2 ഇന്ന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൾട്ടി പവർട്ടി ഇൻഡെക്സ് ആണ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക. അത് അവിടെ പരിഗണിക്കുന്നത് 3 ആരോഗ്യം. ആരോഗ്യത്തില് ഒന്ന് പോഷണം എത്രയാണ്, പോഷണക്കുറവ് ഉള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയാം, അവരുടെ മരണനിരക്ക് അത് പരിഗണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ വർഷങ്ങളും സ്കൂൾ അറ്റൻഡൻസ് നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. ജീവ നിലവാരത്തില് അസറ്റുകളാണ്. അസറ്റുകൾ ചില പാചക ഇന്ധനം, ശുചിത്വ സൗകര്യം, കുടിവെള്ളം, വൈദ്യുതി, പാർപ്പിടം, ആസ്തിവകകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി. അതിന്റെ ഒരു കണക്ക് ഇത്ര 30% മറ്റാണ് അതിന്റെ കണക്കുള്ളത്, മുക്തമായി എന്നുള്ളതാണ്. അതിൽ രസകരമായിട്ട് ഇതുണ്ട് കേട്ടോ. ഇന്ത്യയില് ഈ ജീവിത നിലവാരം വർക്കൗട്ട് ചെയ്യുന്നതിന് പുതിയ ചില ഇതൊക്കെ നോക്കിയിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. അതിലൊന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. എല്ലാവരും കൂടെ നിർബന്ധമായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ചപ്പോഴത്തേക്ക് പണ്ട് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു എന്താണ് ഇതിന്റെ ആവശ്യം എന്ന്. കാരണം ബാങ്ക് അക്കൗണ്ട് ജീവ നിലവാരം ഉയരുന്നതിന്റെ ഒരു സൂചികയായിട്ട് മാറ്റുകയാണ്. അപ്പൊ അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇത്. അതുകൂടാതെ കണക്കിലെ കൃത്യങ്ങളൊക്കെ അന്ന് ഡോക്ടർ ബിപിൻ സൂചിപ്പിച്ചതാണ്. അതുകൂടാതെ ഇനി അടുത്തത് ആഗോള വിശപ്പ് സൂചികയാണ്. അവിടെ പരിഗണിക്കുന്നത് പോഷണക്കുറവ്, ശിശുമരണ നിരക്ക്, കുട്ടികളുടെ വളർച്ചയില്ലായ്മ, കുട്ടികളുടെ ശോഷിപ്പ്, ഇത്തരം കാര്യങ്ങളാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലും അതുപോലെ തന്നെ മൾട്ടി പവർട്ടി ഇൻഡെക്സിലുമാണ് പ്രധാനപ്പെട്ട ദാരിദ്ര്യത്തിന്റെ അളവുകൾ. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോഴും ലോകബാങ്കിൽ ഇത് മുമ്പ് $1 എന്നുള്ള ഇതായിരുന്നു. പിന്നെ അത് $1.9 ഇപ്പൊ $2.15 ഒരു ദിവസം ഉണ്ടെങ്കിൽ അയാൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്നാണ് കണക്ക്. അപ്പൊ ഈ 2.15 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കണക്ക് കൂട്ടും. 83, 168, 168, 200 രൂപ, 200 രൂപയിൽ സുഖമായിട്ട് ഒരാൾക്ക് കഴിയാമല്ലോ എന്ന്. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മുടെ രൂപയുടെ മൂല്യവും ഡോളറിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് മാർക്കറ്റിൽ ഇത് വെച്ചിട്ടാണ്. നമ്മുടെ രൂപയുടെ യഥാർത്ഥ വിനിമയ നിരക്ക്, അതായത് പർച്ചേസിംഗ് പവർ വെച്ചിട്ട് ഡോളർ വാങ്ങുകയാണെങ്കിൽ 21 രൂപ 40 പൈസയോ മറ്റാണ് കണക്ക്. 21 രൂപ 40 പൈസയേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 21, 20, 42 ഒരു 50 രൂപ ഒരു ദിവസം ഉണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്നാണ് ലോകബാങ്കിന്റെ കണക്ക്. അടുത്ത പ്രകൃതി സംരക്ഷണ സൂചികയാണ്. അവിടെ 3 പോയിന്റുകളാണ്. കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കല്, ആരോഗ്യം, ആരോഗ്യത്തില് ശുദ്ധവായു, ശുചിത്വ സൗകര്യം, കുടിവെള്ളം, ഘനലോഹങ്ങൾ, മാലിന്യ സംസ്കരണങ്ങളൊക്കെ വരും. ആവാസ വ്യവസ്ഥകളുടെ പരിപാലനം, ഇത് ആ ചിത്രം കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജൈവവൈവിധ്യം, വനം, മത്സ്യസമ്പത്ത്, വായു മലിനീകരണം, കൃഷി, ജലസ്രോതസ്സുകൾ, ഇതിനൊക്കെ സൂചികൾ വെച്ചിട്ടാണ് പ്രകൃതി സംരക്ഷണ സൂചിക വർക്കൗട്ട് ചെയ്യുന്നത്. ലോക സന്തോഷ സൂചിക ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രചാരത്തിലായിട്ടുള്ള ഒന്നാണ്. അവിടെയും പരിഗണിക്കുന്നത് 6 സൂചകങ്ങളാണ്. അതിൽ ആളോഹരി വരുമാനവും ആയുർദൈർഘ്യവും അത് കണക്കുകൾ തന്നെയാണ്. അത് ബാക്കിയുള്ളതൊക്കെ സാമൂഹ്യ പിന്തുണ, എത്രത്തോളം സമൂഹം എത്രത്തോളം നമ്മൾ അരക്ഷിതത്വ ബോധം നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്, സമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്യോ, ഇത്തരം കാര്യങ്ങളാണ് സാമൂഹ്യ പിന്തുണയിൽ. അത് കുസ്നേർ വെച്ചിട്ട് ഉള്ള സർവേ. ബാക്കി 4 കുസ്നേർ വെച്ചിട്ടുള്ള സർവേയാണ്. തെരഞ്ഞെടുപ്പിലുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള ഇത്, അതൊക്കെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്, ഉദാരത, മറ്റുള്ളവരുള്ള നമ്മുടെ മനോഭാവം, അഴിമതിയെ പറ്റിയുള്ള നിലപാട്, ഇതൊക്കെയാണ് ലോക സന്തോഷ സൂചികയിൽ ഉള്ളത്. ഇതുകൂടാതെ ജിനി കോഎഫിഷ്യന്റ്, ഇപ്പൊ നമ്മൾ കേരള പഠനത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ കേട്ട് കാണും ജിനി കോഎഫിഷ്യന്റ് എന്നുള്ളത്. അതും ലോകത്ത് രാജ്യങ്ങളുടെ വർക്കൗട്ട് ചെയ്യലുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്ന വരുമാന വിതരണത്തിലെ അസമത്താണ്. അത് ഓരോ 10 വിഭാഗമായിട്ട് അത് ക്യുമുലേറ്റീവായിട്ട് ഇത് വരും. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ്, ലോറൻസ് കർവ് എന്നാണ് പറയുക, ആ കർവിന്റെ ഏരിയ വെച്ചിട്ടുള്ള അനുപാതമാണ്. അതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു ഇതാണ് ജിനി കോഎഫിഷ്യന്റ്. അതും ഒരു സൂചകമാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്ന് സാമൂഹ്യ വികസനത്തിന് നമുക്ക് ആശ്രയിക്കാവുന്ന ചില സൂചകങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ ചില രാജ്യങ്ങളുടെ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒന്ന് താരതമ്യം ചെയ്യാണ് ഞാൻ. ഇതിൽ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും, 2 സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ, സാമ്രാജ്യത്വ കാലത്തിന്റെ കോളനി ഭരണത്തിന്റെ വലിയ ഇതുള്ള പൈതൃകമുള്ള UK, അതുപോലെ തന്നെ
ഈ പുതിയ കാലഘട്ടത്തിൽ സാമ്രാജ്യ ശക്തിയായിട്ടുള്ള US ഇവരുടെ രണ്ടുപേരുടെയും ഇത്, അതുപോലെ തന്നെ ജപ്പാൻ പഴയ സാമ്രാജ്യത്വ ശക്തി തന്നെയാണ്. സ്വീഡനും ഫിൻലാൻഡും നമുക്കറിയാം അങ്ങനെ കോളനി വാഴ്ചയ്ക്ക് വിധേയമായിട്ടുള്ള അത്യാവശ്യമൊക്കെ മറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ രാഷ്ട്രങ്ങളാണ്. റഷ്യ, ചൈന. റഷ്യ പഴയ എക്സ് സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. ചൈന മുതലാളിത്ത രീതികൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യമാണ്. ക്യൂബ ഏറ്റവും ഒടുവിൽ മാത്രം സോഷ്യലിസത്തിൽ ഇപ്പോഴും ഏകദേശം ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ. പിന്നെ നമ്മുടെ ഇന്ത്യ. ഇതിന്റെ കണക്കുകളാണ് ഇതില്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതില് പ്രധാനമായിട്ട് ചെയ്തത് ഒന്ന് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കണക്ക് നോക്കി, അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക്. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ, അതായത് ആളോഹരി വരുമാനത്തിന്റെ റാങ്ക് എത്രയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് എത്രയാണ്. അവിടെ മറ്റേ ഈ ആളോഹരി വരുമാനത്തിന്റെ റാങ്കിങ് എത്രയാണ്. കാരണം ആളോഹരി വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളിലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൂടാൻ സാധ്യതയെന്ന് പറഞ്ഞു. എന്നിട്ടും ആളോഹരി വരുമാനം കൂടിയിട്ടും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതിന്റെ റാങ്കിൽ താഴെയാണെങ്കിൽ തീർച്ചയായും സംതിങ് റോങ്. അങ്ങനെയാണ് അമേരിക്ക. അമേരിക്ക ആളോഹരി വരുമാനത്തിൽ 8ാമത്തെ സ്ഥാനത്താണ്, പക്ഷെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 20ാമത്തെയാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ ചുവന്ന മഷിയിൽ അവിടെ ഇട്ടേക്കുന്നത്. അതേസമയത്ത് UK, ജപ്പാൻ, സ്വീഡൻ, ഫിൻലൻഡ്, റഷ്യ, ചൈന 0 ആണ്. അതേ സെയിം റാങ്ക് ആണ്, ഇതേപോലെയാണ്. പക്ഷെ ക്യൂബയെ ശ്രദ്ധിക്കുക. ക്യൂബയുടെ പെർ ക്യാപിറ്റ ഇൻകം കണക്ക് നോക്കുമ്പോഴത്തേക്കും 126ാമത്തെ സ്ഥാനമാണ്. അതേസമയത്ത് അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 85ാമത്തെ സ്ഥാനമാണ്. +40 ആണ്, 41 ആണ് അവരുടെ ഇതുള്ളത്. ഇന്ത്യ ആണെങ്കിലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പെർ ക്യാപിറ്റ നമ്മൾ പുറകോട്ടാണ് പോകേണ്ടത്. 6 നെഗറ്റീവ് ഇതായിട്ടാണ്. അങ്ങനെ ചില ഇത് കണക്കുകൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമാകും. ഇനി മാനവ വികസനത്തിൽ മുന്നിലുള്ള രാജ്യങ്ങളുടെ കണക്കുകൾ, അതിൽ മിക്കതും ചെറിയ രാജ്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഐസ്ലൻഡ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ്, സിംഗപ്പൂര്, ഇതൊക്കെയാണ് കാണുന്നത്. അതൊക്കെ 1 കോടിയിൽ താഴെ ജനസംഖ്യ മാത്രമുള്ള രാജ്യങ്ങളാണ്, വളരെ ചെറിയ ജനസംഖ്യയുള്ള. ഈവൻ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ അതെ. സ്വീഡൻ മാത്രമാണ് ബാൾക്കൻ കൺട്രീസിൽ കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉള്ളത്. ഈ ചില രാജ്യങ്ങളില്, മുന്നിലുള്ള രാജ്യങ്ങളുടെ ചില സവിശേഷതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരിതാണ്. അവിടെ ഒന്ന് പബ്ലിക് സെക്ടർ എംപ്ലോയ്മെന്റ് എത്രയാണ് എന്ന് നോക്കി, എത്രത്തോളം പബ്ലിക് സെക്ടർ ഉണ്ട് എന്നുള്ളത്. സ്വീഡനിൽ 29.3%, ഫിൻലൻഡിൽ 26.1%, UK-ൽ 22.5%. പഴയ ലേബർ പാർട്ടിയുടെ ഇത് സ്വാധീനം കൊണ്ടായിരിക്കും. ഏതായാലും അമേരിക്കയിൽ പോലും പൊതുമേഖല ഉണ്ട്. ജർമ്മനിയിൽ 12.9%, ഗ്രീസിൽ 21.9%, ക്യൂബയിൽ 77%. ഇനി മറ്റൊരു ഫാക്ടർ എത്രത്തോളമാണ് ടാക്സ്, അതായത് അവരുടെ GDP-യിൽ ഇന്ത്യയുടെ എത്ര ശതമാനമാണ് മൊത്തം ഗവൺമെന്റ് ടാക്സ് ആയിട്ട് പിരിക്കുന്നത് നോക്കുക. സ്വീഡനിൽ 44, ഫിൻലൻഡ് 43, UK-യിൽ 33, ജർമ്മനിയിൽ 37, ഗ്രീസിൽ 39, ക്യൂബയിൽ 40. വേറൊന്ന് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്. എഡ്യൂക്കേഷൻ പല രാജ്യങ്ങളിലും പൂർണ്ണമായിട്ടും ഡിഗ്രി വരെയുള്ളത് പൂർണ്ണമായിട്ടും, ചിലടത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ളതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ചെലവിലാണ് ചെയ്യുന്നത്. മുതലാളിത്ത രാജ്യങ്ങളാണെന്നാണ് നമ്മൾ വിശ്വസിപ്പിക്കുക. എന്നിട്ടും ഹെൽത്ത് അതുപോലെ തന്നെ ഒന്നുകിലും ഫുള്ളി ഗവൺമെന്റ് തന്നെ ചെയ്യുന്നു, അതല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനിയിലൂടെ ചെയ്യുന്നു, അതല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ ചെയ്യുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യയിലെ പോലെയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തായി അല്ലെങ്കിൽ ആയി എന്നുള്ള ഇത്. ഇതില് ഏറ്റവും ഈ കണക്കുകളൊക്കെ ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ 3.8 പബ്ലിക് സെക്ടർ ഉള്ളത്, 18% മാത്രമാണ് ടാക്സ് റേറ്റ്. എഡ്യൂക്കേഷൻ മൊത്തം രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കണക്ക് ഫ്രീ എന്നുള്ളത് കൂടാതെ കൊടുത്തിരിക്കുന്നത് മറ്റേ GDP-യുടെ എത്ര പെർസെന്റേജ് ഇതിനു വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതും ഇന്ത്യക്ക് കുറവാണ്. അതുപോലെ 50% താഴെയാണ് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പെർസെന്റേജ് ഓഫ് ഇൻഫോർമൽ സെക്ടർ മറ്റൊരു സൂചികയാണ് കേട്ടോ. എത്രത്തോളം അസംഘടിത മേഖലയിൽ എത്ര പേരുണ്ട്. കാരണം ഫോർമൽ ആയിട്ടുള്ള ഇതിൽ ചെയ്യുമ്പോഴത്തേക്കാണ് സ്ഥിര വരുമാനവും തൊഴിൽ സുരക്ഷിതത്വം ഒക്കെ ഉണ്ടാവുക. അവിടെ നോക്കുക, സ്വീഡനിൽ 3.2% മാത്രമാണ് ഇൻഫോർമൽ സെക്ടർ ഉള്ളത്. ഫിൻലാൻഡിൽ 6.4%. നമ്മുടെ രാജ്യത്ത് 89.1% ഇതാണ് അസംഘടിത മേഖലയാണ്. ഇനി മറ്റൊരു കണക്ക്, അത് എഡ്യൂക്കേഷനുമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആ നീല കാണുന്നതൊക്കെ ഗവൺമെന്റ് സർവീസിലുള്ളതാണ്, പച്ച കാണുന്നതൊക്കെ പബ്ലിക് ഇൻഷുറൻസ് ആണ്. അതുപോലെ എല്ലായിടത്തും മറ്റേ ചുവപ്പ് കാണുന്നത്
ഈ 50% താഴെ മാത്രം ആൾക്കാർ ഇൻഷുറൻസ് കവറേജ് ഉള്ളവരുടെ കണക്കുകളാണ്. അപ്പൊ ഈ ഒരു ഇത് നിരീക്ഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില ആശയങ്ങൾ തോന്നുകയാണ്. എന്താണ് സാമൂഹ്യ വികസനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇവരൊക്കെ സോഷ്യൽ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഉയർന്ന മാനവ വികസന സൂചിക ഉള്ള രാജ്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതൊക്കെ. ഒന്ന്, അവിടുത്തെ ഒരു സവിശേഷത സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അത് കേവലം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല, സെക്കൻഡറി അല്ല, ഡിഗ്രി തലത്തിലേക്ക് പോലും അത് എത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് സൗജന്യമായ ആരോഗ്യ സേവനമാണ്. രോഗം ആരുടെയും കുറ്റമല്ല. അതുകൊണ്ട് ആരോഗ്യ രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത സർക്കാരിനാണെന്നുള്ള കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അതുപോലെ തൊഴിൽ സുരക്ഷിതത്വം, നേരത്തെ പറഞ്ഞ ഇൻഫോർമൽ സെക്ടറിന്റെ കണക്കുകൾ പറഞ്ഞു. പൊതുമേഖലയുടെ വ്യാപ്തിയും അതിലെ തൊഴിലുകളും, അതുപോലെ സർക്കാരിന്റെ വർദ്ധിച്ച ഇടപെടലും അതിനായുള്ള വരുമാന സമാഹരണവും, ജനങ്ങളുടെ ഉയർന്ന വരുമാനം, നേരത്തെ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം. ഇത് കൂടാതെ ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്ന് പറഞ്ഞാൽ മുതലാളിത്ത രാഷ്ട്രങ്ങൾ വേണമെങ്കിൽ നമ്മൾ സിസ്റ്റം എന്ന രീതിയിൽ മുതലാളിത്ത രാഷ്ട്രങ്ങൾ എന്ന് പറയുമെങ്കിൽ കൂടി സോഷ്യലിസം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ സ്വാധീനം ഈ രാഷ്ട്രങ്ങളിൽ വളരെ നന്നായിട്ടുണ്ട്, പല രാഷ്ട്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. അത് അവരുടെ സാമൂഹ്യ വികസനത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവസാനം നമ്മൾ ശാസ്ത്രബോധത്തിന്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മുമ്പിൽ ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി പ്രധാനമാകുന്നത്? നേരത്തെ ചരിത്രം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നമ്മുടെ സാമൂഹ്യ മുന്നേറ്റത്തിൽ സാങ്കേതിക വിദ്യകൾ വഹിച്ചിട്ടുള്ള വലിയ പങ്കിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നോക്കുക, ഒന്ന്, സാങ്കേതിക വിദ്യ നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. വളരെ ഇതാണ്. ഒന്ന്, മുമ്പ് 10 മണിക്കൂർ ജോലി ചെയ്തത് ഇന്ന് 1-2 മണിക്കൂർ കൂടി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നിരിക്കും, പ്രത്യേകിച്ച് സേവന മേഖലകളിലൊക്കെ. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു. ഊർജ്ജ ഉപഭോഗം, നമ്മുടെ CFL ബൾബിന്റെയും മറ്റേ പഴയ ബൾബിന്റെയും ഒക്കെ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, വൈവിധ്യമേറിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാധ്യമാക്കുന്നു സാങ്കേതിക പുരോഗതിയിലൂടെ. മറ്റൊന്ന്, കണക്ടിവിറ്റി. ലോകത്ത് ഇന്ന് കണക്ടിവിറ്റി ശരിക്കും ആസ്വദിക്കുന്നവരാണ്. നമ്മൾ ഈ മീറ്റിംഗ് നടക്കും കണക്ടിവിറ്റിയുടെ തെളിവാണ്. കണക്ടിവിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ വേഗത, യാത്രയുടെ വേഗത, കമ്പ്യൂട്ടറിലെ കണക്കൂട്ടലിലെ വേഗത, എല്ലാത്തിലും വളരെ വേഗത്തിൽ നടക്കുകയാണ്. പ്രകൃതിയെക്കുറിച്ച്, സമൂഹത്തെ. പക്ഷെ ഇത് മാത്രമല്ല, ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്. അത് പ്രകൃതിയെക്കുറിച്ചിട്ടും സമൂഹത്തെക്കുറിച്ചിട്ടും ഏറ്റവും വ്യക്തമായ ധാരണ നൽകി ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തെ പറ്റിയിട്ട് വാചാലരാകുന്നവര് ഈ കാര്യം പലപ്പോഴും പറയാറില്ല. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് എങ്ങനെയാണ് ഈ പ്രകൃതി ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സമൂഹം ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതും നമ്മുടെ ശാസ്ത്ര പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ സയൻസിനെ നമുക്ക് പുരോഗതിയുടെ എഞ്ചിൻ എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. എന്നാൽ ലോകത്ത് സയൻസ് എത്രത്തോളം വികസിച്ചു എന്നുള്ളതിന്റെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വ്യക്തമായിട്ട് പേറ്റന്റുകളുടെ ഒക്കെ കണക്കുകളുണ്ട്. എങ്കിൽ കൂടി പിന്നെ ഒന്നുള്ളത് ഒരു ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഇൻഡെക്സ്. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തതിൽ ക്ഷമിക്കണം, അത് മലയാളീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഇൻഡെക്സ് ആണ് അതിനകത്തുള്ളത്. പക്ഷെ അത് ഒരു മറ്റേ നിയോലിബറൽ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ച് പേറ്റന്റ് മറ്റേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഇതാണ്. അതിൽ പക്ഷെ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ളതാണ്. ഒന്ന്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് റിസർച്ച്. അവിടെ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ, മറ്റേ അതായത് ടെർഷറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോളജ് ആൻഡ് ടെക്നോളജി ഔട്ട്പുട്ട്സ്, നോളജ് ക്രിയേഷൻ, നോളജ് ഇമ്പാക്ട്, നോളജ് ഡിഫ്യൂഷൻ, ഇത്തരം കാര്യങ്ങൾ. ബാക്കിയൊക്കെ തന്നെ മാനേജ്മെന്റ് സംവിധാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില സൂചനകളാണ്. ഇനി ഇതില് വീണ്ടും ഓരോ രാജ്യങ്ങളും എത്രയൊക്കെയാണ് എന്നുള്ളതിന്റെ ചില കണക്കുകൾ കൊടുത്തിരിക്കുന്നു. ആ പട്ടികയിൽ ഞാൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഇൻഡെക്സ്, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ, അതുപോലെ തന്നെ നോളജും മറ്റും ഇതൊക്കെ എത്രത്തോളം പാർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ കണക്ക്, GDP, ഇത്രയും കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 കണക്കും കൂടി ഈ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അത് ആ രാജ്യം എത്രത്തോളം സയൻസിന് അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ GDPയുടെ എത്ര ശതമാനം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ആ കണക്ക്, GDP പെർസെൻറ്റേജ്. അതോടൊപ്പം തന്നെ
മതവിശ്വാസം ഇല്ലാത്തവരുടെ കണക്കുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു കൗതുകത്തിന് വേണ്ടി കൊടുത്താണ്. ശാസ്ത്രബോധത്തിന് കൃത്യമായ ഒരു ഇതാണ് മതവിശ്വാസം എന്നുള്ളത് അറിയുന്നില്ല. എങ്കിൽ കൂടി അത് ഒരു സൂചനയാണത്. ആ ശതമാനം നോക്കുക. സ്വീഡനിൽ 3.42% GDP, 3.42% ഗവേഷണത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നുണ്ട്. അതുപോലെ അവിടെ റിലീജിയൻ 21% പേർക്കും മതമില്ല എന്നുള്ള പറയുന്നവരാണ്. നെതർലൻഡിലാണെങ്കിൽ 68% പേർക്കാണ്. ഈ കണക്കുകൾ ഇതുണ്ട്. അവിടെ ഇന്ത്യയിലെ കണക്കുകൾ രസമാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 134 അറിയാം. അതേസമയത്ത് മറ്റ് ഗ്ലോബൽ ഇന്നോവേറ്റീവ് ഇൻഡെക്സ് അതിൽ മറ്റ് പല ഘടകങ്ങൾ കൂടെയുണ്ട്. 40. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തില് അത് തീർച്ചയായിട്ടും നെഹ്റുവിനോടാണ് ആ കടപ്പാട് കേട്ടോ. 48ാമത്തെ സ്ഥാനമാണ്. അതുപോലെ GDP-യുടെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 0.65% മാത്രമാണ് നമ്മൾ ഗവേഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷെ ആ ഗവേഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്യാമ്പയിന്റെ സമയത്ത് ചർച്ച ചെയ്താണ്. ഇന്ത്യയിൽ ഏതായാലും മതമില്ല എന്ന് പറയുന്ന ആരും ഇല്ല. 0.06% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്ര പുരോഗതിയും മാനവ വികസനത്തെയും എനിക്ക് തോന്നുന്നത് ഒരു 4 സാമൂഹ്യ പുരോഗതിയെ ഒരു 4 ഫാക്ടേഴ്സിനെ പരസ്പരം ബന്ധിപ്പിച്ച് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഒന്ന് സയൻസിന്റെ പുരോഗതി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സയൻസിന്റെ പുരോഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ശാസ്ത്രബോധം ഉണ്ടാവും. ശാസ്ത്രബോധം ഉണ്ടാകുമ്പോഴത്തേക്ക് ശാസ്ത്ര പുരോഗതിക്കുള്ള ആവശ്യങ്ങൾ വരും, പ്രേരണ വരും. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പാണ്. ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സാമൂഹ്യ വികസനം വരും. ഇപ്പൊ കേരളത്തിൽ എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് നമ്മുടെ ആരോഗ്യ സൂചകത്തെ വർദ്ധിപ്പിച്ചെന്നാണ്. സാമൂഹ്യ വികസനവും ശാസ്ത്രബോധവും ഇതേപോലെ തന്നെ പരസ്പരം ഇന്റർറിലേറ്റഡ് ആണ്. സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ വികസനവും അതും അത് തന്നെ. കേരളത്തില് സാമൂഹ്യ വികസനത്തിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെ അതും പരസ്പരം ഇന്റർറിലേറ്റഡ് ആണ്. സാമ്പത്തിക പുരോഗതി ശാസ്ത്ര പുരോഗതി സാമ്പത്തിക പുരോഗതി കൊണ്ടുവരും, സാമ്പത്തിക പുരോഗതി ശാസ്ത്ര പുരോഗതി കൊണ്ടുവരും. ഇതാണ് പൊതുവില് വളർച്ചയുടെ ഒരു പാത എന്നാണ് നോക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇതുണ്ട് കിട്ടില്ല. ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അവിടെ സാമ്പത്തിക വളർച്ചയെ കുറിച്ചിട്ട് നമ്മൾ വളരെ വാചാലമാണ്. ശാസ്ത്ര പുരോഗതി സാങ്കേതിക വിദ്യയിൽ, അതേസമയത്ത് ശാസ്ത്ര പുരോഗതി സാങ്കേതിക വിദ്യയിൽ മാത്രമാണ് ഊന്നുന്നത്. ശാസ്ത്ര ഗവേഷണത്തിന് വളരെ കുറഞ്ഞ തുകയാണ്. ഗവേഷണം വഴിതെറ്റുന്നു. നേരത്തെ പറഞ്ഞു. ശാസ്ത്രബോധത്തിന് പകരം ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മതവിശ്വാസ പ്രചരണത്തിനാണ്, അതുപോലെ തന്നെ കവടശാസ്ത്രങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഊന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാമൂഹ്യ വികസനത്തിന് ഏറ്റവും കുറഞ്ഞ പരിഗണന. ഞാൻ വേഗം പോവുകയാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. രാജ്യം ഈ വഴിക്കാണെങ്കിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അവിടെ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറുപടി ബോംബെ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. വിദേശ നിക്ഷേപമുള്ളത്, അതുപോലെ തന്നെ ദേശീയ നിക്ഷേപമുള്ളത്, നഗരങ്ങളാണെങ്കിൽ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും വികസിത സംസ്ഥാനങ്ങളുടെ മാതൃകയായിട്ടാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടകനെ കാണുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഇതെടുത്ത് അതിന് കൂടെ കേരളത്തെ കൂടെ വെച്ചുകൊണ്ട് ഒരു താരതമ്യം ചെയ്യുന്നു. അവിടെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ തന്നെ കേരളം മഹാരാഷ്ട്രയെക്കാളും മഹാരാഷ്ട്രയെക്കാളും മുന്നിലാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് സംശയമില്ല. അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ പോവർട്ടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ 0.48 ദേശീയ തലത്തിൽ 11.28. അതേസമയത്ത് ഈ വികസിത സംസ്ഥാനങ്ങളിൽ വലിയ ഉയർന്ന നിരക്കുകളാണ്. ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. മറ്റൊന്ന് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും പറയുക വലിയ തോതിൽ നിക്ഷേപം വരുമ്പോഴത്തേക്കാണ്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പലപ്പോഴും അടിസ്ഥാന വികസനത്തെ പറ്റിയിട്ട്, സൗകര്യ വികസനത്തെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ അടിസ്ഥാന സൗകര്യം സർക്കാർ ചെലവിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വൻതോതിൽ നിക്ഷേപം വരുള്ളൂ. അങ്ങനെ വൻതോതിൽ നിക്ഷേപം വന്നിട്ടെങ്കിൽ മാത്രമേ തൊഴിലുണ്ടാവുള്ളൂ. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലാണ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതിനകത്ത് ചർച്ച ചെയ്യേണ്ട ചില പോയിന്റുകളുണ്ട്. എങ്കിൽ കൂടി ഇതിൽ ചില കണക്കുകൾ രസമാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ 29.4% റെഗുലർ എംപ്ലോയ്മെന്റ്. അതാണല്ലോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. തമിഴ്നാട്ടിലാകട്ടെ 30.3%, 1.6%. കർണാടകത്തിൽ 25.7%. അതേ സമയത്ത് കേരളത്തിൽ 30.9% റെഗുലർ എംപ്ലോയ്മെന്റ് ആയിട്ടാണ് പീരിയോഡിക് ലേബർ സർവേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ പീരിയോഡിക് ലേബർ സർവേയിലുള്ള കണക്കുകൾ. അവിടെ
അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിൽ എന്താണ്, അവിടെ 50% സ്വയം തൊഴിലാണ്. എന്താ ഈ സ്വയം തൊഴിൽ? കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ സ്വയം തൊഴിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് ആക്ച്വലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളിടത്ത് തൊഴിലില്ലായ്മ മറച്ചു വെക്കപ്പെടുകയാണ്. ഇനി കൂലിയുടെ കാര്യത്തിൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ് താരതമ്യം. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലുള്ള ജോലികൾ അവിടെയും നോക്കുക. മഹാരാഷ്ട്രയിൽ 11.2%, തമിഴ്നാട്ടിൽ 13.8%, ഗുജറാത്തിൽ 8% മാത്രമാണ്. ഗുജറാത്തിൽ 8% മാത്രമാണ് ഗവൺമെന്റ് ജോബ്. അതേസമയത്ത് കേരളത്തിൽ 14.7% പേര് മൊത്തം തൊഴിൽ ഇതിൽ പണിയെടുക്കുന്നവരിൽ ഗവൺമെന്റ് ജോലി എന്നുള്ളതാണ് പീരിയോഡിക് ലേബർ സർവേ പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് കേരളം മുന്നിലായത്? നമ്മൾ ജനകീയാസൂത്രണം മുതൽ പറയുന്ന കാര്യങ്ങളാണ്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പൊതുമേഖലയിലെ സേവനങ്ങൾ, ഭൂസ്വത്തിന്റെയും അധികാരത്തിന്റെയും വികേന്ദ്രീകരണം രണ്ടും കേരളത്തിന്റെ പ്രത്യേകതയാണെന്ന്. ഭൂരിഷ്ഠത്തിലൂടെ ഭൂസ്വത്തെ വികേന്ദ്രീകരിച്ചു. ഇപ്പോൾ അധികാരവും പഞ്ചായത്ത് രാജ് ആക്ടിന് ശേഷം അധികാരവും കൂടുതലായിട്ട് വികേന്ദ്രീകരിച്ചു. ജനങ്ങൾ അവകാശ സമരങ്ങള്, ജനകീയ കൂട്ടായ്മകളും സാമൂഹ്യ ഇടപെടലും. അത് അവിടെ ഉദ്ദേശിച്ചത് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതുപോലെ തന്നെ മറ്റ് കുടുംബശ്രീ, ഇതൊക്കെ വളരെതാണ് എന്ന് മാത്രമല്ല സാമൂഹ്യ ഇടപെടലിന്റെ ടൂളുകളായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ സഹായകമായത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക മണ്ഡലം. അവിടെ ഔപചാരികവും അനൗപചാരികവുമായ പ്രവർത്തനത്തിലൂടെ വളർന്ന ശാസ്ത്രബോധം സ്കൂളിലെ സയൻസ് എഡ്യൂക്കേഷനിലൂടെ മാത്രമല്ല, മറിച്ച് സമൂഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയ അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെയാണ്. നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്ന അതാണ്. കേവലമായിട്ട് പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മൊത്തത്തില് ഒരു വീക്ഷണമാക്കാൻ വേണ്ടിയിട്ട് സയൻസിനെ പരിശീലിപ്പിക്കുന്നത്, സയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ വളർത്തിയെടുത്തു. അതിലൂടെ ഒരു സാമൂഹ്യ ബോധവും വളർത്തിയെടുത്തു. തീർച്ചയായിട്ടും പ്രവാസി പണം കേരളത്തിന് വരുമാനം ഉയർത്തിയിൽ പ്രവാസി പണത്തിന് വളരെ ഉയർന്ന പങ്കുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. പക്ഷെ ആ പ്രവാസി പണത്തിന്റെ നമുക്ക് സാധിച്ചു തന്നെ കേരളത്തിന്റെ ഉയർന്ന വിദ്യാഭ്യാസമാണ് മലയാളികൾക്ക് വിദേശ നാടുകളിൽ കൂടുതൽ പ്രിയം ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കേരളത്തിന്റെ കടമ എന്താണ്? അപ്പൊ ഞാൻ ദേശീയ തലത്തിലുള്ള ഒരു ചിത്രം പറഞ്ഞു. മറ്റ് മൊത്തം വികസനത്തിന്റെ ഒരു ട്രെൻഡ് തിരിയുന്നതാണ് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളുടെ നില. ഇവിടെയാണ് നമുക്ക് കേരളം വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചതാണ്. അത് സാമൂഹ്യ വികസനമാണ് പുരോഗതിയുടെ ഏറ്റവും പ്രധാനം എന്ന തിരിച്ചറിവ് ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടായ ഒരു നാടാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ആ വിധത്തിലുള്ള ആശയങ്ങൾ നിലനിൽക്കുന്നത്. അവിടെ ഇനി നമുക്ക് പക്ഷെ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇതല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗുജറാത്തിന്റെ മോഡൽ വേണം, അതല്ലെങ്കിൽ മറ്റ് ഇതില് പോണം, ഇത് അങ്ങ് എത്തിപ്പോയി എന്നുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും സാമൂഹ്യ വികസനത്തിന്റെ പാതയിലൂടെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. സുസ്ഥിരവും നീതിപൂർവമായ വികസനത്തിന് നിരവധിക്ക് ഉദാഹരണമായി കേരളം തുടർന്നും നിലനിൽക്കണം. കേരളം ഇന്ത്യക്ക് മാതൃകയാവണം എല്ലാ തലത്തിലും എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ ഒരു സോട്ട് അനാലിസിസ്, ആ സോട്ട് അനാലിസിസ് അത്ര കൃത്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടി ഒന്ന് കൊടുക്കുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ പോയിന്റുകളൊന്നും ഒരു അന്തിമമായിട്ടുള്ള ഒന്നുമല്ല, അതിൽ പരിഷത്തിന്റെ നിലപാട് പോലും അല്ല കേട്ടോ. ഞാൻ അതും പറയാലോ. പൊതുവിൽ നമ്മളൊക്കെ തന്നെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഇതാണ്, കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതിൽ കേരളത്തിന് ശക്തിയാളായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും, ഗോഡ്സ് ഓൺ കൺട്രി, സാമൂഹ്യ വികസനത്തിന്റെ ശക്തമായ അടിത്തറ, അതാണ് നമ്മൾ സാമ്പത്തിക രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള ജനത, കേരളത്തിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം, പ്രാദേശിക സർക്കാരുകൾ, സഹകരണ പ്രസ്ഥാനം, കുടുംബശ്രീ, ഇത് മൂന്നും വളരെ ഇതായിട്ട് നമുക്ക് ഇടപെടാനുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. അതുപോലെ സംഘടിത പ്രസ്ഥാനങ്ങൾ, കേരളത്തിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമല്ലാത്തുള്ളത്. ശാസ്ത്രാഭിമുഖ്യവും സാമൂഹ്യ ബോധവുമുള്ള ഗണ്യമായ ഒരു വിഭാഗം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. അതുകൂടാതെ കണക്ടിവിറ്റി എല്ലാം അറിയാനായിട്ട്, അത് മാധ്യമങ്ങളിലൂടെ, വിഷ്വൽ ചാനലിലൂടെ, ഒപ്പം തന്നെ ഇൻസ്റ്റാ വരെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വലിയ തോതിൽ കണക്ടിവിറ്റി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് കേരളം. അതൊക്കെ കേരളത്തിന്റെ ശക്തി തന്നെയാണ്. അതേ സമയത്ത് കേരളത്തിന്റെ ദൗർബല്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരാകുന്നവർക്ക് തൊഴിൽ നൽകാനാവുന്നില്ല. ഉപഭോഗ ഉൽപ്പന്നങ്ങൾക്കായി മറ്റു നാടുകളെ കൂടുതലായി ആശ്രയിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ സ്വകാര്യ മേഖലയുടെ മേൽക്കൈ, ഉപഭോഗപരതയിലൂന്നിയ സംസ്കാരം,
രാഷ്ട്രീയ സമീപനത്തെക്കാൾ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ അത് വളരെ പ്രധാനപ്പെട്ട. കേരളത്തിലെ ഇന്നത്തെ ഏത് ഇതും അതിന്റെ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയത്തെ ബേസ് ചെയ്തിട്ടല്ല പലപ്പോഴും ചർച്ച നടക്കുക. കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യം, ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലെ കളി കാണുന്നതിനുള്ള ഒരു ആവേശത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പക്ഷം പിടിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് പലപ്പോഴും വരുന്നത്. അതാണ് അവിടെ സൂചിപ്പിച്ചത്. മാധ്യമ സെൻസേഷന് അടിമപ്പെടുന്നത്, സർക്കാരിന്റെ ധനശേഷിയിലെ പരിമിതികൾ, പാരിസ്ഥിതികമായ ദുർബലമായ പ്രദേശങ്ങൾ, ജനവാസ മേഖലകളാണ്. കേരളം വളരെ സെൻസിറ്റീവ്, എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ പല നടപടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ കാരണം അവിടെയൊക്കെ തന്നെ ജനവാസ മേഖലകളാണ് എന്നുള്ളതാണ്. ഇനി കേരളം സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന്, കേരളം വലിയ വിപണിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക, അതെല്ലാം മറുനാട്ടിൽ ഉണ്ടാക്കുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിപണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉത്പാദകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വിപണിയാണ്. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉൾച്ചേർത്തുള്ള ഉത്പാദന മേഖലയുടെ നവീകരണം കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ഉത്പാദന മേഖലയിലേക്ക്, കൃഷിയിലേക്കും മറ്റു മേഖലകളിലേക്കൊക്കെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഉൾച്ചേർക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ക്രയശേഷിയുള്ള മധ്യവർഗ വിഭാഗങ്ങളും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളും വീണ്ടും അത് പല വിധത്തിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അവർ മുഴുവനും വാഹനത്തിലും അതുപോലെ തന്നെ കെട്ടിടത്തിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറൊരു കാര്യം. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, അഭ്യസ്തവിദ്യർ, ഉത്പാദന മേഖല ബന്ധിപ്പിക്കാനുള്ള സാധനങ്ങൾ, കേരളത്തിലെ ബാങ്കുകളിൽ സമാഹരിക്കപ്പെട്ട വൻ നിക്ഷേപം, അതുപോലെ വിജ്ഞാന സമൂഹത്തിന്, ഇപ്പൊ യുനെസ്കോയുടെ വിജ്ഞാന സമൂഹത്തെ പറ്റിയുള്ള ഇതിലൊക്കെ കാണുന്നത്, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല, എന്നാലും നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഈക്വൽ ടു ആക്സസ് ടു എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇത്തരം ഘടകങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന്. ഇതൊക്കെ നമുക്ക് കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ട് കേവലം വിദ്യാഭ്യാസത്തെ കേവലം ഒരു ഇൻഫർമേഷൻ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് വിജ്ഞാനം, ധാരണ, വിമർശന, ചിന്ത ഈ തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു സാധ്യതകൾ കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിലെ നോളജ് സൊസൈറ്റി ആക്കുക. അതേസമയത്ത് കേരളം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് ഗൾഫ് നാടുകൾ തൊഴിൽ സാധ്യത വാങ്ങുന്നത്, കേന്ദ്രത്തിന്റെ വിവേചനപരമായ സമീപനം, കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ നാടിന്റെ താല്പര്യത്തെക്കാൾ മേലെയാകുന്നത്, കേരളത്തിന്റെ ശരാശരി പ്രായം വർദ്ധിക്കുന്നത്, സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആയുസ് വർദ്ധിക്കുന്നത് നമുക്ക് ഗുണമാണ്, നേട്ടമാണ്. അതേസമയത്ത് ഒരു ഭാഗത്ത് പെൻഷൻ കൂടുന്നു, മറുഭാഗത്ത് രോഗത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുന്നു. കാലാവസ്ഥാ മാറ്റം സൃഷ്ടിക്കാവുന്ന ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കേരളം. ജാതിമത ശക്തികളുടെ സ്വാധീനവും വളർന്നു വരുന്ന ശാസ്ത്രവിദ്യയും നമ്മളത് ക്യാമ്പയിനിൽ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവർക്കും അത് വ്യക്തമാണ്. അതുപോലെ ഈ ഇലക്ഷൻ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറിയുന്നത് വർഗീയ രാഷ്ട്രീയത്തിന് സ്വീകാര്യത കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആർജിച്ച നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താതെ ദൗർബല്യങ്ങൾ അതിജീവിക്കാൻ മുമ്പുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും വെല്ലുവിളികളെ പോലും സാധ്യതകളാക്കാനും നമുക്ക് കഴിയണം. അതിന് ശാസ്ത്രത്തിലും മാനവികതയിലും മുന്നിയ ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്തുന്നതിലൂടെയേ ഇത് സാധ്യമാകൂ. കേരളത്തിന് ഒത്തിരി നേട്ടങ്ങളുണ്ട്, അതേസമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കേരള മാതൃക, യഥാർത്ഥത്തിൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ആ കേരള മാതൃകയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അത്തരം ഒരു കേരള മാതൃക നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ശാസ്ത്രത്തിലും മാനവീയതയിലും മുന്നിട്ടുള്ള ഒരു വികസനം മുമ്പോട്ട് വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് സാംസ്കാരികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം. ഒരുപക്ഷെ പരിഷത്ത് എന്ന സംഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ വികസന രംഗത്തെ ചർച്ചകളിൽ ആ വിധത്തിൽ ഇടപെടാനുമുള്ള കഴിവാണ്. അതിന് അങ്ങനെ നമുക്ക് ഒരു നവകേരളത്തെയും അതുപോലെ തന്നെ പുതിയ ഇന്ത്യയും അതുവഴി പുതിയ ലോകത്തിനും ഒരു വഴി കാണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പൊതുലോകത്തിന് വേണ്ടിയിട്ടുള്ള 3 സ്തംഭങ്ങളിൽ ഒന്ന് ശാസ്ത്രബോധമാണ്. ശാസ്ത്രത്തിന്റെ രീതിയും അറിവുമാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ഏറ്റവും അനുയോജ്യമെന്ന ഉറച്ച ബോധ്യത്തെയാണ് നമ്മൾ ശാസ്ത്രബോധം എന്ന് പറയുന്നത്. സയൻസിനെയാണ് ആശ്രയിക്കേണ്ടത്, അതിന്റെ അറിവിനെയാണ്, അതിന്റെ രീതിയാണ് എന്നുള്ളത്. മാനവികത നേരത്തെ പറഞ്ഞു, ജാതിമത വർണ്ണ ലിംഗഭേദമില്ലാതെ മനുഷ്യരെല്ലാം തുല്യരായി കാണാനും പിന്തള്ളപ്പെടുന്നവരെ അനുതാപത്തോടെ വീക്ഷിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയാണ് മാനവികത എന്ന് പറയുന്നത്. മൂന്നാമത്, ഇത് രണ്ടും പ്രവർത്തന പദ്ധതിയിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയമാണ്. പക്ഷെ രാഷ്ട്രീയത്തെ നമ്മൾ കുറെ കൂടെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. അത് സാമൂഹ്യ പുരോഗതി ഏത് ദിശയിലാവണമെന്നും അതിന് അധികാരവും ജനശക്തിയും അറിവും ഏത് വിധം പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാഴ്ചപ്പാട് അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരിക്കണം. അല്ലെ ആ ബോധ്യമാണ്, അതിനുള്ള പ്രവർത്തന സന്നദ്ധമാണ് രാഷ്ട്രീയം. ഈ വിധത്തിൽ ശാസ്ത്രബോധത്തെയും മാനവികതയും രാഷ്ട്രീയത്തെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു കേരളത്തിനാണ്
പുതുലോകത്തിന് മാതൃകയായിട്ട് മാറാൻ കഴിയൂ എന്നാണ് പറയാനുള്ളത്. നമ്മൾ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംഘടനാ വിദ്യാഭ്യാസ പരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് സുസ്ഥിരതയും നീതിയും പുലരുന്ന ലോകത്തിനായി നമുക്ക് പോരാടാം. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെ സന്തോഷഭരിതരാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം. ലെറ്റ് us ഫൈറ്റ് ഫോർ എ ന്യൂ വേൾഡ്, എ ഡീസന്റ് വേൾഡ്. ചാർലി ചാപ്ലിന്റെ ഒരു കോട്ടോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, നന്ദി.